ബി.ജെ.പിയോടൊപ്പം കൂട്ടുകൂടിയതുകൊണ്ട് മാത്രം രണ്ട് പാർട്ടികൾ ദക്ഷിണേന്ത്യയിൽ തകരുകയാണ്. ഒന്ന് കർണാടകയിൽ JDSഉം മറ്റൊന്ന് ആന്ധ്രയിലെ തെലുങ്ക് ദേശം പാർട്ടി അഥവാ TDPയും. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഈ രണ്ട് പ്രാദേശിക പാർട്ടികൾ BJP സഖ്യത്തിൽ ചേർന്നത്. മുൻ പ്രധാനമന്ത്രിയായ ദേവഗൌഡയുടെ പാർട്ടിയാണ് JDS. നമുക്കറിയാം, ദേവഗൌഡയ്ക്ക് വാർദ്ധക്യത്തിൻ്റെ പ്രശ്നം വന്നതോടുകൂടി പൂർണ്ണമായും ആ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് മകനും മുൻ മുഖ്യമന്ത്രിയുമായ കുമാരസ്വാമിയാണ്. സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും കഴിഞ്ഞ് സീറ്റുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൻ്റെ നേതാവ് കൂടിയാണ് കുമാരസ്വാമി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പൂതി എന്ന് പറയുന്നത് ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൻ്റെ പാർട്ടി ജയിച്ച് മുഖ്യമന്ത്രിയാകാനൊന്നും സാധ്യതയില്ല. അതുകൊണ്ട് BJP സഖ്യത്തിൽ ചേർന്ന് ഒരു കേന്ദ്രമന്ത്രിയാവുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇതുപോലെ സമാനമായ ചിന്താഗതിയായിരുന്നു തെലുങ്ക് ദേശം പാർട്ടിയുടെ ചന്ദ്രബാബു നായിഡുവിനും ഉള്ളത്. പക്ഷേ പുറത്തു വരുന്ന സർവേകളും റിപ്പോർട്ടുകളും പ്രകാരം ഈ രണ്ട് പാർട്ടികളും BJP ബന്ധത്തോടുകൂടി തകരാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് കർണാടകത്തിൽ 13% മുസ്ലിങ്ങളാണ് ഉള്ളത്. അതുപോലെ ആന്ധ്രാപ്രദേശിലാണെങ്കിൽ 10% മുസ്ലിം ജനസംഖ്യയുണ്ട്. ഒരു പ്രാദേശിക മതേതര പാർട്ടി എന്നുള്ള നിലയിൽ ഈ രണ്ട് പാർട്ടികൾക്കും മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വലിയ പിന്തുണയാണ് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ അതിപ്പോൾ ഇല്ലാതായിരിക്കുന്നു. ഇതിൽ കർണാടകത്തിൽ JDSൻ്റെ കാര്യമാണ് വലിയ കഷ്ടം. ജാതി രാഷ്ട്രീയത്തിന് എന്നും ഏറെ പ്രാധാന്യം നൽകാറുള്ള കർണാടകയിൽ ദേവേഗൌഡ എന്ന നേതാവിൻ്റെ പിന്നിൽ എന്നും ഉറച്ചുനിന്ന രണ്ട് സമുദായങ്ങളായിരുന്നു ഗൗഡ അഥവാ വൊക്കലിഗ സമുദായവും മുസ്ലിം സമുദായവും. അതിൽ നിലവിലെ കർണാടക രാഷ്ട്രീയ സാഹചര്യത്തിൽ ദേവഗൌഡയുടെ പല്ലു കൊഴിഞ്ഞതോടെ വൊക്കലിഗർ മുഴുവനും DK ശിവകുമാറിൻ്റെ കൂടെ കൂടിയിരിക്കുകയാണ്. ശിവകുമാറിന് കിട്ടുന്ന പിന്തുണയിൽ നല്ലൊരു വിഭാഗവും അവരുടേതാണ്. അപ്പോഴും മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനം JDSനൊപ്പം തന്നെ ഉണ്ടായിരുന്നു ഇതുവരെ. എന്നാൽ ഇപ്പോൾ BJP സഖ്യത്തിൽ JDS എത്തിയതോടെ അവർ പൂർണ്ണമായും കൈവിട്ടിരിക്കുകയാണ്. BJPയുടെ പ്രവർത്തകരാണെങ്കിൽ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാത്ത നേതാവുണ്ടെങ്കിൽ അത് കുമാരസ്വാമിയെയാണ്. അതിന് ചരിത്രത്തിലെ ചില ചതിയുടെ പശ്ചാത്തലമുണ്ട്. BJPയും JDSഉം സഖ്യമായെങ്കിലും BJPക്കാർ അത് ഉള്ളിൽ തട്ടി അംഗീകരിക്കാത്തതോടെ കുമാരസ്വാമി മത്സരിക്കുന്ന മണ്ഡ്യ മണ്ഡലത്തിൽ പോലും തോൽവി ഉറപ്പെന്നാണ് സർവേ പറയുന്നത്. മാത്രമല്ല, ദേവഗൌഡയുടെ തറവാടായ ഹസൻ മണ്ഡലത്തിൽ ഏക സിറ്റിംഗ് MP തൻ്റെ ചെറുമകനായ പ്രജ്വൽ രേവണ്ണയാണ്. പക്ഷേ മണ്ഡലത്തിലെ വലിയ വിഭാഗം വരുന്ന വോട്ടർമാരായ മുസ്ലിം സമുദായം കൈവിട്ടതോടെ വിജയം സംശയം തന്നെയാണ്. മാത്രമല്ല, JDSനെ അംഗീകരിക്കില്ല എന്നും സ്ഥലം BJP MLA പ്രീതം ഗൌഡ പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം JDSന് നൽകിയ മൂന്നാമത്തെ സീറ്റ് കോലാറാണ്. അവിടെ കോൺഗ്രസിൻ്റെ വലിയ കുതിപ്പാണ് ഇപ്പോൾ പ്രവചിക്കുന്നത് സർവേകൾ. JDSനെ ഒപ്പം കൂട്ടി BJP നൽകിയ ഈ 3 സീറ്റും അവർ തോൽക്കുമെന്ന് സംശയത്തിനതീതമായി ഉറപ്പിക്കുകയാണ് ചില മാധ്യമങ്ങൾ. ഈ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുന്നതോടെ കുമാരസ്വാമി മന്ത്രിയാകില്ല എന്ന് മാത്രമല്ല, JDS കർണാടകത്തിൽ തന്നെ നാമാവശേഷം ആകാൻ പോവുകയാണ്. സമാനമായ അവസ്ഥ തന്നെയാണ് ആന്ധ്രയിലും. ഒറ്റയ്ക്ക് നിന്നാൽ 8 സീറ്റുകൾ ലഭിക്കുമെന്ന് പറഞ്ഞവർ ഇപ്പോൾ BJP സഖ്യമായതിനു ശേഷം 5 സീറ്റിൽ മാത്രമാണ് പ്രതീക്ഷയർപ്പിക്കുന്നത്. സർവേയും അത് തന്നെ പറയുന്നു. അതിൽ തന്നെ 2 സീറ്റുകൾ BJP നേടുമെന്നും പറയുന്നുണ്ട്. TDPയെ കാലുവാരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രതീക്ഷിച്ച വിജയം ലഭിക്കാതെ വരുന്നതോടെ തെരഞ്ഞെടുപ്പിന് ശേഷം തല്ലിപ്പിരിയാനും TDPയെ മൂലക്കിരുത്താനും സാധ്യതയുണ്ട്. ഏതായാലും BJPയുടെ ബാന്ധവം പേറിയതോടെ രണ്ട് പാർട്ടികളുടെ കാര്യത്തിൽ ഏകദേശ തീരുമാനമായിരിക്കുന്നു.